കൂടി അപമാനം താങ്ങാൻ വയ്യാതെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിച്ചു, അമ്മ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ. ഇവരെ ആരും ചിന്തിക്കണ്ട. നാളെ തൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണുമൊത്ത് ഒരു ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കുന്നത് സ്വപ്നം കണ്ടിരിക്കുകയായിരിക്കും പാവം തൻ്റെ കല്യാണ ചെറുക്കൻ. തനിക്ക് അയാളോടെങ്കിലും ഇതെല്ലാം തുറന്നു പറഞ്ഞുകൂടായിരുന്നു. ഒരുപക്ഷെ അയാൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇത് കല്യാണം വരെ എത്തില്ലായിരുന്നല്ലോ. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. അച്ഛനും അമ്മയും ഈ കല്യാണം ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ആകെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. തന്നോട് അയാൾ സംസാരിച്ചിരുന്നോ തൻ്റെ ചെറുക്കൻ? ഇല്ല, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് കല്യാണം വരെ എത്തി? അയാൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. കല്യാണം ആലോചിച്ചതും ഉറപ്പിച്ചതും ഒക്കെ അയാളുടെ പേരൻസും റിലേറ്റീവ്സും കൂടിയാ. എൻ്റെ ഫോട്ടോ അയാൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഉറപ്പിച്ചു. തനിക്ക് എത്ര മണിക്കാ ട്രെയിൻ? 3 മണിക്ക്. ആ, സമയമുണ്ടല്ലോ. നമുക്കൊരോ സുലൈമാനെ കഴിച്ചാലോ? തന്നോട് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ. ഞാനും എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഒരുപാട് സ്നേഹിച്ച ഒരനിയത്തി ഉണ്ടായിരുന്നു എനിക്ക്. അവളുടെ സമ്മതം ചോദിച്ചു തന്നെ കല്യാണം ഉറപ്പിച്ച്. ഒരു അഫെയർ ഉണ്ടെന്നൊന്നും അവളതുവരെ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പക്ഷെ കല്യാണത്തിന് തലേന്ന് പോയി. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കൂടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതുപോലൊക്കെ സംഭവിച്ചു. എൻ്റെ അച്ഛൻ വളരെ സെൻസിറ്റീവ് ആയിരുന്നു. പാവത്തിന് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നെഞ്ചു പൊട്ടിയാ മരിച്ചത്. വിവരം അറിഞ്ഞവള് വന്നു. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അവളെ കുറ്റപ്പെടുത്തി. എൻ്റെ അമ്മയ്ക്കും എനിക്കും അതിന് കഴിഞ്ഞില്ല. അവളെ വെറുക്കാനൊന്നും കഴിയേയില്ല. താൻ പോകുന്നോടെ തൻ്റെ അനിയത്തിയുടെ ഭാവി അതിൻ്റെ തീരുമാനത്തിലാവും. അപമാനം താങ്ങാൻ വയ്യാതെ എൻ്റെ അച്ഛനുണ്ടായ ദുരന്തം തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകാതിരിക്കട്ടെ. മാതാപിതാക്കളുടെ സഹനത്തെക്കാളും സ്നേഹത്തെക്കാളും കൂടപ്പിറപ്പുകളുടെ മാനാഭിമാനത്തെക്കാളും താൻ സ്നേഹിക്കുന്ന പുരുഷനാണ് വലുതെങ്കിൽ ഗോ ഹെഡ്. വണ്ടി നിർത്ത്, വണ്ടി നിർത്താൻ. എനിക്കെന്റെ വീട്ടിൽ പോണം. എനിക്കെന്റെ അച്ഛനും അമ്മയും കാണണം. എക്സ്ട്രാ ചാർജ് തരണം കേട്ടോ ഇതുവരെ കൊണ്ടുവിട്ടേന്. ഞാൻ പോട്ടെ. തൻ്റെ പേര് പറഞ്ഞില്ല. സീത. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ് സീത. താങ്ക് യു. ഇതാ എൻ്റെ കാർഡ്. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും കൂടി വിളിക്കണം. പോട്ടെ. കുറച്ചുകൂടെ മേലോട്ട് കയറ്റിക്കട്ടെ. ചരിച്ച് നീ ഇതുവരെ എവിടെ പോയിക്കുമായിരുന്നു?
വരുന്നവരെല്ലാം നീ എവിടെ ചോദിക്കുക. പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. താനത് അവിടെ എന്തോ ചെയ്യുവാ? ഞാൻ അങ്ങോട്ട് വരാം, നിക്ക്. ആഹാ, കല്യാണപ്പെണ്ണ് വന്നല്ലോ. എല്ലാരും അകത്തുണ്ട്, ചെല്ല്. ഹലോ. ഹലോ, ഞാൻ സീതയാണ്. ആ സീത, പറയ്. ഞാൻ കല്യാണത്തിന് ക്ഷണിച്ചില്ല. നാളെയാണ്, വരണം. അയ്യോ സീത, എനിക്ക് നാളെ ഒരു വലിയ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട്. എന്ത് ചടങ്ങ്? അതൊരു വിവാഹ ചടങ്ങാ. മീനത്തേതിൽ പ്രഭാകരക്കുറുപ്പിന്റെ മകൾ സീതയും ഞാനും തമ്മിലുള്ള വിവാഹ ചടങ്ങ്. ഞാനൊരു ഫോട്ടോ അയച്ചിരുന്നു. അത് പേര് ചവറ്റുകൊട്ടയിലാണെന്ന് എനിക്കറിയില്ല. ഒന്ന് നോക്ക്. ഹലോ. ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? നടന്നതെല്ലാം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. രവിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. താനിപ്പോൾ ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കാരണം ഞാനല്ല. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അതൊക്കെ മനസ്സിലാക്കാനും ചെയ്ത തെറ്റ് തിരിച്ചറിയാനും തനിക്ക് കഴിഞ്ഞത് പരിശുദ്ധവും സത്യസന്ധവുമായൊരു മനസ്സ് തനിക്കുള്ളതുകൊണ്ടാണ്. അത് ഞാൻ കാണാതെ പോയാ ശരിയാവില്ല. ഞാനൊരു ഇടുങ്ങിയ ചിന്താഗതിക്കാരനൊന്നും അല്ലടോ. വെക്കട്ടെ. സീ യു ടുമോറോ. ബൈ. ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. പക്ഷെ ഒന്നറിയാം, നൊന്തു പ്രസവിച്ച മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്ന ഏത് ശരികളും എനിക്ക് തെറ്റുകളാണ്. അവരെ സന്തോഷിപ്പിക്കുന്ന ഏത് തെറ്റുകളും എനിക്ക് ശരികളാണ്.